ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള വട റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കാരണം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സ്റ്റൗ ടോപ്പുമേ ഒരു പാൻ വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കാനായിട്ട്. കടുകും ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് വഴച്ചെടുക്കാം. പച്ചമണം മാറി കഴിയുമ്പോൾ അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. വെള്ളം ചെറുതായും ചൂടായി വരുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് 1/2 കപ്പ് റവ കൂടി ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഈ മിക്സ് പാനിൽ നിന്ന് വിട്ടു പോരുന്ന പരുവാവണം. അതുവരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. ഏകദേശം പാനിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് പകർത്തി മാറ്റാം. പ്ലേറ്റിലോട്ട് പകർത്തി മാറ്റുന്നുണ്ട്. 5 മിനിറ്റ് ചൂടാറാവാനായിട്ട് വെക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഒരുപാട് വലിയതൊന്നുമല്ല, ഒരു മീഡിയം സൈസുള്ള വടകളാണ്. ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മളെടുത്ത ക്വാണ്ടിറ്റി വെച്ചിട്ട് ഒരു 12 വട നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൈസും ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ 2-3 ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടാവണം. അതിനുശേഷം ഓരോന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഒരു സൈഡാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മെതുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.